അല്ല അവര് തളരുമ്പം മാറി മാറി മറ്റേ ബ്രാക്ക് വെച്ച് കളിക്കുമോ? മറ്റവനെ മറന്നല്ലേ? മറ്റേ പയ്യന് മാമനാ ചേട്ടനാരോ? ഞാൻ അവിടെ ഇനിയമ്മമാരുടെ മറ്റേ കാപ്പ് കെട്ടിയ പയ്യന്മാര് ശിവപാർവതി പരിണയത്തിന്റെ സുഗന്ധം നിറഞ്ഞതാണ് തിരുവാതിരക്കളി ആഘോഷം. മഹാദേവന്റെ വാക്ക് മാനിക്കാതെ പിതാവായ ദക്ഷൻ നടത്തുന്ന യാഗത്തിൽ പങ്കെടുക്കാൻ സതീദേവി പോയി. അവിടെ എത്തിയ സതീദേവിക്ക് കേൾക്കാനായതാകട്ടെ തന്റെ പ്രിയതമനെ പരിഹാസ അങ്ങേയറ്റം നിന്ദിക്കുന്ന ദക്ഷന്റെ വാക്കുകളാണ്. സതീദേവിക്ക് ഇത് സഹിക്കാനാവുന്നതിലും അപ്പുറത്തായി. ആ മാത്രയിൽ തന്നെ ദേവി യാഗാഗ്നിയിൽ ചാടി ജീവത്യാഗം ചെയ്തു. പ്രിയതമയുടെ വിരഹം സഹിക്കാനാകാതെ മഹാദേവൻ കൊടും തപസ്സിൽ മുഴുകി. തുടർന്ന് അടുത്ത ജന്മത്തിൽ സതീദേവി ഹിമവാന്റെ പുത്രിയായ പാർവതിയായി പുനർജനിച്ചു. ശിവന്റെ വാമഭാഗമാകണമെന്ന അതിരന്റെ ആഗ്രഹത്താൽ പാർവതി അദ്ദേഹത്തെ ധ്യാനിച്ച് തപസ്സിലാണ്. മഹാദേവൻ നടത്തിയ പ്രേമ പരീക്ഷയിൽ പാർവതി വിജയം വരിച്ചു. ശിവനെ കാന്തനായി ലഭിച്ചതിന്റെ സന്തോഷ സൂചകമായാണ് തിരുവാതിര ഘോഷം തുടങ്ങിയത്. ധന്മാസത്തിലെ തിരുവാതിരയാണ് മഹേശ്വരൻ. മഹാദേവ പ്രീതിക്കായി മംഗല്യവതികളായ സ്ത്രീകൾ അനുരൂപനായ വരനെ ലഭിക്കാൻ പെൺകിടാങ്ങൾ വ്രതാനുഷ്ഠാനങ്ങളോടെ തിരുവാതിര കളിക്കുന്നു. കുടുംബ ഭദ്രതയ്ക്കും ഐശ്വര്യത്തിനും ഏറെ ഉത്തമമാണ് തിരുവാതിര വ്രതവും